ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു വട്ടവട വ്ളോഗാണ്. വട്ടവട എന്ന് പറയുമ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് വന്ന ഒരു ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് സഹാരി മാരിയൻ്റൽ റിസോർട്ടിലാണ്. നമ്മൾ പതുക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളിയായിട്ട് തണുക്കുന്നുണ്ട്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ ലെവലിലുള്ള ഒരു തണുപ്പാണ്. അതിലും കൂടുതൽ തണുപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തണുക്കുന്നുണ്ട്. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇപ്പം അതേ ഡ്രസ്സോട് കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വട്ടവടയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വട്ടവടയുടെ വ്യൂവിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത്. സോ ഞാൻ ഇത്തവണ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. കൊടും കാടിനുള്ളിൽ അതിമനോഹരമായ ഒരു റിസോർട്ട്, അതാണ് ഈ സഹാരി മാരിയൻ്റൽ റിസോർട്ട്. പിന്നെ തണുപ്പിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. കുഴപ്പമില്ല. അങ്ങനെ നമ്മളിപ്പോൾ റൂമിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളിയായിട്ട് തണുക്കുന്നുണ്ട്. സോ റൂം എന്ന് പറയുമ്പോൾ ഫുൾ ചുറ്റും മണ്ണ് കൊണ്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് റൂമിൽ കാണാൻ പറ്റുന്നത്. മണ്ണ് കൊണ്ട് എന്താ ഇപ്പം അതിന് പറയാ, എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. ഞാൻ വന്നിട്ട് നേരെ കർട്ടനൊക്കെ പൊക്കി നോക്കി. നല്ല അടിപൊളി വ്യൂ ആണ്. ആ മരച്ചോട്ടിലോട്ട് നല്ലൊരു വ്യൂ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വാഷ്റൂം, ജസ്റ്റ് ഒരു വാഷ്റൂം ഉണ്ട്, ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ ഒരു മിറർ വിത്ത് ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്യാണ്, ജസ്റ്റ് ഫോർ ദ ഫൺ, വെറുതെ. അത് കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ കയറിയപ്പോൾ തന്നെ തണുക്കാൻ തുടങ്ങി, ഒരു രക്ഷയില്ല. നേരെ ടോയ്ലറ്റ്, അത് കഴിഞ്ഞിട്ടൊരു ഷവർ ഏരിയ ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് അതിഗംഭീരമായ തണുപ്പാണ്. ചൂടുവെള്ളം ഇല്ലാണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. കുത്തിക്കൊടുത്തിട്ട് വേണ്ടത് ഒന്നുകൂടി നീക്കി വീശ കിട്ടുള്ളൂ. വീശയൊക്കെ ഇടൂ കൈവോല എടുത്തിട്ടാണ് ഞാൻ കുറേയൊക്കെ അങ്ങനെ കഷ്ടം. ഹലോ ഗൈസ്, അങ്ങനെ തലേ ദിവസത്തെ ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ചെറിയൊരു വാക്കിന് പോവാന്ന് വിചാരിച്ചു. ചുറ്റും അതികൂടവനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞ ഒരു അഡ്വഞ്ചർ തന്നെയായിരുന്നു ഈ ഒരു വാക്ക്. നമുക്ക് റിസോർട്ടിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് 2-3 പേർക്കും ഇത് ഭയങ്കര ഒരു അഡ്വഞ്ചർ നിറഞ്ഞതായിരുന്നു. ബിക്കോസ് നിറച്ചു മട്ടയായിരുന്നു ഗൈസ്. ഗൈസ്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാടിൻ്റെ ശബ്ദമാണ്. കാടിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ മരങ്ങളുടെ മർമരവും കാട്ടരുവിയുടെ ഗളഗളനാദവും
ഞാനൊരു കവിയത്രിയൊന്നുമല്ല, പക്ഷേ കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തള്ളിവിടാവുന്നതല്ലേ ഈ ഒരു ആംബിയൻസിൽ, അല്ലേ? ട്രക്കിങ്ങിന് ആവശ്യമുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതായത് ഷൂസ്, പോള്, ഗ്ലൗസ് ഒന്നും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പോരാത്തതിന് നല്ല അട്ടയുണ്ട് കേട്ടോ. സോ കോൺഫിഡൻസിന് മാത്രം ഒരു കുറവുമില്ല. നമ്മൾ പരിമിതികളെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലൊരു കമ്പും കാലിലാണെങ്കിൽ ഒരു നോർമൽ ഷൂവും, പറയണ്ടല്ലോ ആ ഒരു ഫീലിംഗ്. കൂട്ടത്തിൽ കോൺഫിഡൻസ് എനിക്കായിരുന്നു. എന്റെ കോൺഫിഡൻസ് കണ്ട് അവരെല്ലാം ഞെട്ടി. ഇവക്ക് എവിടുന്ന് ഇത്രയും ധൈര്യം കിട്ടിയെന്നായി അവരുടെ ഒരു ചിന്ത. പക്ഷെ പോട്ടെ, കാട് കണ്ടപ്പോൾ ഞാനാകെ ആള് മാറിപ്പോയി. എൻ്റെ ഒരു ധൈര്യം, എൻ്റെ ഒരു ഉത്സാഹവും എല്ലാം പതിമടങ്ങ് കൂടി. ഒരു വാട്ടർ ടാങ്കും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പൈപ്പും ഇതായിരുന്നു ഞങ്ങളുടെ വഴികാട്ടി. സത്യത്തിൽ ഈ പൈപ്പിനെ തേടി പിടിച്ചു പോവുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം അത് എൻജോയ് ചെയ്തു. കയറി ചെന്ന് ഞങ്ങൾ ഒരു ഘോര വനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഞാനിപ്പോ സഞ്ചാരത്തിലെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ സംസാരിക്കുന്നുണ്ടല്ലേ, സോറി. ഇറങ്ങിയിട്ട് ഉപ്പുള്ള കാലം വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാലം സ്വന്തം ഭാര്യ കാര്യം ഉപ്പുള്ള ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് സംഭവബഹുലമായ ഒരു കാര്യം നടന്നു. എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ ഫോൺ നഷ്ടമായി. ഒന്നും പറയണ്ട, ആ ഒരു സിറ്റുവേഷൻ. ഘോരവനം, അതിൻ്റെ ഇടയിൽ ഒരു ഐഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എവിടെ പോയി തപ്പാനാ? ഞാനാകെ ടെൻഷനായി. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ചീത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ പുള്ളിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ക്ഷമിച്ചു, തെരച്ചിൽ തുടങ്ങി. അങ്ങനെ ആ കാട് മൊത്തം തിരയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഫോണിനായിട്ടുള്ള തെരച്ചിലായി. അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, എല്ലായിടത്തും നോക്കുന്നു. പക്ഷെ ഒരു രക്ഷയും ഇല്ല കേട്ടോ. ഫോണിന്റെ പൊടി പോലും ഇല്ല. ഞാൻ ആകെ പതുക്കെ ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങി. ഈശ്വര, ഒരു ഐഫോൺ ആണല്ലോ ഈ കാട്ടിൽ നഷ്ടപ്പെട്ടത്. എൻ്റെ മനസ്സാകെ ആടി ഉലയാൻ തുടങ്ങി. ഇനി കുറച്ച് നമുക്ക് കരച്ചിൽ കേൾക്കാം, എൻ്റെ കരച്ചിൽ. അയ്യടാ, എൻ്റെ കരച്ചിൽ ഞാൻ അങ്ങനെ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇപ്പം നിങ്ങൾ സന്തോഷിക്കേണ്ട കേട്ടോ ഗായ്സ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ കിട്ടിയിരിക്കുകയാണ്. കുറെ നടന്ന് ഒരു വെള്ളക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോൺ ലഭിച്ചു. പക്ഷെ ആ സമയത്ത് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു, പ്രത്യേകിച്ച് ഞാൻ. സോ നമുക്കത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഫോൺ എടുത്ത് നേരെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയല്ല ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തിയത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പുതിയ പുതിയ വഴികൾ കോൺകർ ചെയ്ത് വരിക എന്നുള്ളത്. പക്ഷെ എന്തായാലും ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് റിസോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ജസ്റ്റ് ഒരു 1 hour വാക്കായിരുന്നെങ്കിൽ കൂടി ഇതെന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വാക്കായിരുന്നു. ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യവും കൂടെ എൻ്റെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു വിഷമവും എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. ഇനി നമുക്ക് അട്ടയെ പറ്റി സംസാരിക്കാം. അട്ടയോ ഇതുവരെ കേൾക്കാത്തവരുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനിതാ ഫസ്റ്റ് ടൈമാണ് അട്ടയുടെ ആ ഒരു കടി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്പോ, ചോര പിടിച്ച് ആകെ കറുത്ത് തടിച്ചിരിക്കുകയാണ് അവൻ. ഉപ്പുവെള്ളം ഒഴിക്കേ, ഉപ്പിട്ടിട്ട് പയ്യെ വരുള്ളൂ. ഉപ്പുവെള്ളം ഒഴിച്ചാൽ വേഗം വീഴും. അവിടെ ഗ്ലാസ്സിൽ കളിച്ചു വെച്ചാൽ ഇപ്പോഴും കിടന്ന് ഞെളിയുണ്ട്. ആദിമ മനുഷ്യൻ
മൃഗങ്ങളെ വേട്ടയാടി കാട്ടിനുള്ളിൽ ഗുഹയിൽ താമസിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗുഹേന്റെ ഉള്ളിൽ കൂടെ കയറി വരികയാണ് എൻ്റെ അവസ്ഥ. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് കൺജസ്റ്റഡോമാനിയ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ കൺജസ്റ്റഡോമാനിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുമോ? എൻ്റെ തന്നെ ഒരു ടേമാണ് കേട്ടോ. ഇനി അങ്ങനെ ഒരു ടേം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര സഫോക്കേഷനും ശ്വാസം കിട്ടുന്ന പോലത്തെ ഒരു ഫീലിങ്ങിനെയാണ് ഞാൻ തന്നെ കൺജസ്റ്റഡോമാനിയ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ടേം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ കൺജസ്റ്റഡോമാനിയല്ല ഞാൻ തന്നെയാണ് ആദ്യം ഈ ഗുഹയുടെ ഉള്ളിലൂടെ കയറി മുകളിലെത്തിയത്. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ചിലപ്പം ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് നമ്മുടെ മനസ്സ് തോന്നും. പക്ഷെ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് നമ്മളൊരു ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിന് തോന്നിയത്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ല, ഒരിക്കലും പറ്റില്ല എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് എഫേർട്ട് ഇട്ട് നോക്കാം എന്ന് കരുതിയപ്പോൾ അത് പോസിബിൾ ആയി. സോ അങ്ങനെ തന്നെയാണ് ലൈഫിലെ പല കാര്യങ്ങളും എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ കുറച്ച് മോട്ടിവേഷൻ ടോക്കൊക്കെ പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. സോ നമുക്ക് പോയിന്റിലോട്ട് വരാം, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഗുഹ, ഞങ്ങളെന്ന് പറയുമ്പോൾ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില്. അവരെല്ലാവരും ഈ ഗുഹ അടിപൊളിയായിട്ട് കയറി പുറമെ എത്തിയിരിക്കുകയാണ്. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട്. അച്ഛനെ കേട്ടാനാണ് ചേട്ടാ കേറാത്ത അച്ഛനല്ല. എന്നെ വിളിച്ചിട്ടില്ലേ? അത്ര കൊണ്ടുകൂടി തലയിടിക്കല്ലേ? കേട്ടോ തലി പിടിച്ചോളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് കേറോടാ. തല മുട്ടലാണ് അച്ഛനെ. അച്ഛാ കേറച്ചാ, പതുക്കെ കേറ്. ചളി പിടിച്ചോ, കുഴപ്പമില്ല. കൈ വിട്ടോ. തല മുകളിൽ തല കൈ വെച്ചു. കൈ പിടി. തല മുട്ടല്ലേ. അങ്ങനെ വളരെ അതിമനോഹരമായ നമ്മുടെ വട്ടവട വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ ഒരുപാട് സന്തോഷം, ഇടയ്ക്ക് ഇത്തിരി സങ്കടവും തോന്നിയൊരു വ്ലോഗായിരുന്നു. കാരണം എൻ്റെ ഫോൺ നഷ്ടമായി. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.